ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രസാദവന്ദനം. നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കും: എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ ചില പുരുഷന്മാരും വന്ന് ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ച് യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു എന്ന് പറയുമ്പോൾ, പ്രവാസികൾ നെബൂഖദ്നേസറിന്റെ കാലത്ത് പ്രവാസത്തിലേക്ക് പോയ ഈ ജനം ദൈവത്തിന്റെ കൃപയാൽ പല ബാച്ചുകളായി യെരൂശലേമിലേക്ക് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയുന്നു. അവരെ കുറിച്ചാണ്. അപ്പോൾ താൻ മഹാനായ അർത്തകശിഷ്ട രാജാവിന്റെ കൊട്ടാരത്തിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ പാനപാത്ര വിചാരകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊട്ടാരത്തിൽ രാജാവിന്റെ അടുക്കലും കുടുംബാംഗങ്ങളും രാജ്ഞി കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും അടുക്കൽ സുപരിചിതനായ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ വിശ്വസ്തനായ ഒരു ദൈവ മനുഷ്യന്. ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം: ദൈവജനം പ്രവാസത്തിലേക്ക് നെബൂഖദ്നേസറാൽ പിടിക്കപ്പെട്ടു കൊണ്ടുപോയി. നെബൂഖദ്നേസറിന്റെ ബാബിലോണിയ സാമ്രാജ്യം അസ്തമിച്ചു പോയി. മേദ്യപാർസി രാജ്യം വന്നു. ഈ രാജഭരണകാലം, പ്രത്യേകിച്ച് ഈ രണ്ട് സാമ്രാജ്യത്വങ്ങളുടെയും കൂടെ നിന്ന യഹൂദന്മാരുണ്ട്. നെബൂഖദ്നേസർ ആരംഭത്തിൽ പിടിച്ചുകൊണ്ടുവരുന്ന പരദേശികളായി പാർക്കും. ഇന്നത്തേത് മേദ്യപാർസിയുടെ കയ്യിലായി തീരുവാത്തക്കൊണ്ടുകൂടെയായി സാമ്രാജ്യം മേദ്യപാർസി സാമ്രാജ്യം എന്ന് പറഞ്ഞ് ഈ രാജാക്കന്മാരുടെ എല്ലാം കീഴിൽ യഹൂദന്മാർക്ക് ഉന്നത ഉദ്യോഗവും ദൈവകൃപയും ലഭിപ്പാൻ, ആ രാജാക്കന്മാരുടെ മുമ്പിൽ മഹത്വം ലഭിപ്പാൻ കൊണ്ട്, പ്രത്യേകിച്ച് ദാനിയേലിനെ പോലുള്ളവരെ, എസ്തേറിനെ പോലുള്ള, മൊർദെഖായിയെ പോലുള്ളവരെ, അത് ദൈവത്തിന്റെ ഒരു മഹാദയാണ്. ഇവിടെ പിതാക്കന്മാർ ദൈവത്തോട് മത്സരിച്ച് ഇവർ ലോകത്തിന്റെ പല ഭാഗത്ത് ചിതറപ്പെട്ടു പോയെങ്കിലും, അനവധി കഷ്ടങ്ങൾ കൂടി കടന്നുപോയെങ്കിലും 1948 അവർക്ക് മടങ്ങി വരുവാൻ, ഇസ്രായേലിലേക്ക് മടങ്ങി രാജ്യം സ്ഥാപിക്കുവാൻ, ഇന്നത്തെ അവസ്ഥയിൽ അവർ എത്തിച്ചേരുവാൻ കൊണ്ട് ദൈവത്തിന്റെ കൃപ അവരോട് ചൊരിഞ്ഞതുപോലെ പ്രവാസത്തിലേക്ക് കടന്നുപോയ ജനം പ്രവാസത്തിൽ ഇരിക്കുമ്പോൾ തന്നെ രാജ്യത്തെ ഉന്നതമായ പദവികളിലായിരുന്നതായി നമുക്ക് കാണുവാൻ പറ്റണം. അങ്ങനെയുള്ളൊരു മഹത് വ്യക്തിയാണ് നെഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ മക്കളെ ദൈവം മാനിച്ചതെന്ന് ഓർക്കുമ്പോൾ അവരെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കേണ്ടിയിരിക്കും. ആ വ്യക്തികൾ എങ്ങനെയുള്ളവരായിരുന്നു? ഇവിടെ നെഹമ്യാവിന്റെ ഗുണമെന്തായിരുന്നു? നെഹമ്യാവ് ഉന്നതമായ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ആയിരുന്നുവെങ്കിലും, ഒന്നും കുറവില്ലായിരുന്നെങ്കിലും അവന്റെ ചിന്ത എന്തായിരുന്നു എന്നറിയാം: എനിക്ക് യെരൂശലേമിൽ ഒരു ആലയം പണിത് കാണണം, യെരൂശലേമിൽ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളൊന്ന് പണിയണം, യെരൂശലേമിന്റെ യെരൂശലേമിന്റെ വാതിലുകൾ ചുട്ടുകളഞ്ഞിരിക്കുന്നു, അതിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണം, അവിടെയുള്ള ജനം സ്വസ്ഥതയിലും സമാധാനത്തിലും ജീവിക്കണം. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും ആമീസൂത്രം ഇടിവുകൾ അനവധി ഉണ്ട്. ആമീസൂത്രം മക്കളൊരു വഴിക്ക്, ഭാര്യ ഒരു വഴിക്ക്, മദ്യപിക്കുന്നവർ, ദൈവസഭകളിൽ പോലും മദ്യപാനികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ പോലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെന്ന് പറയുമ്പോൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞായറാഴ്ചകൾ ശക്തിയോട് ദൈവത്തെ ആരാധിക്കുന്ന കുടുംബങ്ങളിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തല്ലുകൂടുന്നെന്ന് പറയുമ്പോൾ, പല കുടുംബങ്ങളും വ്യവഹാരം കോടതികളിൽ എത്തി നിൽക്കുമ്പോൾ, വിവാഹമോചന കേസുകൾ കോടതികളിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ പൈതലെ, ഇടിവുകൾ കണ്ട് കരയുവാൻ ആരൊന്ന് തയ്യാറാകും? ഈ തകർച്ച കണ്ട് കരയുവാൻ ആരൊന്ന് തയ്യാറാകും? അവരുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹങ്ങളും മാന്യതയും പകരുവാൻ കൊണ്ടിവിടെയാകും. തന്റെ സഹോദരനായിരിക്കുന്ന ഹനാനി യെരൂശലേമിൽ യഹൂദയിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് തന്നെ കാണുമ്പോൾ, അവിടുത്തെ അവസ്ഥ വിവരിക്കുമ്പോൾ, ഈ ദൈവ മനുഷ്യന് പൊട്ടിക്കരയുക. അങ്ങനെയാണ് വായിക്കുന്നത്. അദ്ദേഹം കരയുവാൻ്റെ കൊണ്ട്, പിന്നെ അദ്ദേഹം ഉപവസിപ്പാൻ്റെ കൊണ്ട് ഇവിടെയാ. അതിന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, രാജാവിന്റെ ഹൃദയത്തിൽ ദൈവം ഇവന്റെ മുഖം കണ്ടവൻ ദുഃഖിതരെന്ന് മനസ്സിലാക്കി അവനോട് ചോദ്യം ചോദിക്കുക: എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? ഇവിടെ നിനക്ക് എന്താ കുഴപ്പം? എന്തെങ്കിലും പ്രയാസം നിനക്ക് ശാരീരികമാണ്? ഇല്ല, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം, ആ ആലയം നിന്ന് ഇടമവൻ തകർന്നു കിടക്കുകയാണ്, തീ വെച്ച് ചുട്ടുകിടക്കുകയാണ്. അവള് ജനം വലിയ കഷ്ടം, എനിക്ക് അവിടെ നിന്ന് പോയേ പറ്റുകയുള്ളൂ രാജാവേ എന്ന് പറഞ്ഞ് അവിടോട്ട് പോകാനുള്ള അനുവാദം വാങ്ങിച്ച് കടന്നു പോകുവാണ്ട് കൊണ്ടിവിടെയായി. നോക്കിക്കേ, ഇന്ന് ആരുണ്ട്? അമേരിക്കയിൽ ഇഷ്ടം പോലെ കോടികൾ, കേരളത്തിൽ കോടികൾ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കോടികളും വീടുകളും മക്കളും കൊച്ചുമക്കളും മാത്രം എല്ലാവരുടെയും ലക്ഷ്യം. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതാ? മീൻ വിറ്റ് നടക്കുകയും ചാണകം വിറ്റ് നടക്കുകയും താറാവിനെ വളർത്തി ജീവിക്കുകയും പശുവിന്റെ പാല് കറന്ന് ചായക്കടയിൽ കൊണ്ടുപോയി വന്ന് ജീവിക്കുകയും ഒരു നേരം അരനേരം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളൊക്കെ ആമീസൂത്രം ഉന്നതമായ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ഉന്നതമായ ജീവിതാനുഭവങ്ങളിലേക്ക് ദൈവം വരെ ഉയർത്തിയപ്പോൾ ഇടിഞ്ഞു കിടക്കുന്നതിനെ ഒന്ന് നോക്കി അവർക്ക് കരയുവാൻ മനസ്സില്ലാതെ ആയിരിക്കുന്നു.
കർത്താവ് തന്നെ പറഞ്ഞു, കർത്താവ് വരുമ്പോൾ വിശ്വാസം കണ്ടെന്നു പോകും. വിശ്വാസമുണ്ടോ യഥാർത്ഥത്തില്? ഇടിഞ്ഞു കിടക്കുന്ന, തകർന്നു കിടക്കുന്നതിനെ കണ്ട് കരയുവാൻ ഏതെങ്കിലും ഒരു ദൈവം ഇതിൽ കഴിയുന്നുണ്ടോ? ദൈവത്തിന്റെ നിനക്ക് കഴിയുന്നുണ്ടോ? എനിക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം ഇത് തന്നെ. നെഹമ്യാവ് കരഞ്ഞതുകൊണ്ട് നെഹമ്യാവ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു എന്ന് കാണുവാൻ ഗുണം. നമുക്കും കരയാം. ചുട്ടുകിടക്കുന്നത്, ചണ്ടിക്കൂമ്പാരങ്ങളെ, ഇടിഞ്ഞു കിടക്കുന്നത്, ഓരോ ഭവനത്തിന്റെ അവസ്ഥകൾ കണ്ട് ഗ്ലോറി, നിനക്ക് ആ ഭവനവുമായ ഒരു ബന്ധമില്ലായിരിക്കും, പക്ഷെ അത് ദൈവിക കൂടാരമാണെന്ന് ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ അവരുടെ വിഷയങ്ങളെ ഓർത്ത്, അവരുടെ തകർച്ചകളെ ഓർത്ത് കരഞ്ഞ് അതിന്റെ പണികൾ നടത്തുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് കർത്താവിനോട് ഉപവസിച്ച് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥന മൂലം ചിലത് ഇടിഞ്ഞു കിടക്കുന്ന പണിയപ്പെടുവാൻ കൊണ്ടുവിടയാകട്ടെ. കർത്താവിന്റെ നിങ്ങളാൽ നമ്മളെ